ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 597. ആരവിന്റെ ഫോട്ടോഷൂട്ട്. ഫോട്ടോഗ്രാഫർ സിത്താര അവനെ ഓരോ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിപ്പിക്കാണ്. ആരവിന് ക്യാമറയുടെ ക്ലിക്ക് ശബ്ദം കേൾക്കുമ്പോഴേക്കും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റിന്റെ ആ ഒരു തെളിച്ചം കാണുമ്പോഴേക്കും ആരവിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടാവുന്നതായിട്ട് സിത്താരക്ക് തോന്നി. കവിളുകളിലെ ആ ഒരു ചുവപ്പ് പകരുന്നതായിട്ടും തോന്നി. കുഞ്ഞാരവ് വളരെയധികം ആഹ്ലാദത്തിലായിരുന്നു. അവന്റെ ചിരി കാണാൻ തന്നെ വളരെയധികം ക്യൂട്ടായിരുന്നു. സിത്താരയുടെ സഹായികളിൽ ഒരാൾ മറ്റൊരാളോട് പറയാണ്, ശരിയാണ്, അവൻ നല്ലൊരു കുട്ടിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ എന്ത് നല്ല രീതിയിലാണ് നമ്മൾക്ക് നിന്ന് തരുന്നത്. ആരവിന്റെ ആ ഒരു കളിച്ചിരികൾ കൊണ്ട് തന്നെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുകയാണ്. അവന്റെ ആ ഒരു ചിരിയും കളിയും ബാക്കിയുള്ളവരും കൂടി ആ ഒരു സന്തോഷം പകർന്നു നൽകി എന്ന് വേണം പറയാൻ. അവൻ കളികൾ കണ്ട് രസിച്ചു നിൽക്കുന്ന സമയത്തിന് ഒരാൾ ആയിരുന്നല്ലോ, മറ്റാരുമല്ല, അശ്വിൻ തന്നെയായിരുന്നു. അത് അവിടെ നടന്നതിലൊന്നും തന്നെ യാതൊരുവിധ താല്പര്യവും പ്രകടിപ്പിക്കാതെ ഹാളിന്റെ ഒരു ഭാഗത്ത് മാറി നിൽക്കുകയാണ് അശ്വിൻ ചെയ്തത്. പതിവിലും വിപരീതമായിട്ട് നിശബ്ദനായിട്ടാണ് അവൻ ഇരിക്കുന്നത് തന്നെ. കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഒറ്റയ്ക്കിരുന്നിട്ടാണ് അശ്വിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് സാന്ദ്ര അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ആരവിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ട് എന്നുള്ളത് നീലിമ അവനോട് നേരത്തെ തന്നെ സാന്ദ്രയോട് പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ അശ്വിൻ ഒരു മൂകമായിട്ടിരിക്കുന്നത് ബാക്കിയെല്ലാവർക്കും കൂടെ കാണുമ്പോൾ എന്താ പറയാ, വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാണ്. അങ്ങനെ സാന്ദ്രയും വീടിന്റെ അകത്തേക്ക് വന്നു. ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് സാന്ദ്ര അങ്ങോട്ടേക്ക് വന്നത് തന്നെ. ആരവിന്റെ അടുത്ത് വന്ന് അവരെ കളിപ്പിക്കുന്ന സമയത്തന്നെ അവളുടെ കണ്ണുകൾ ചുറ്റും അശ്വിനെ തേടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹത്തിന് മുൻപിൽ ഉണ്ടാവുന്നത് അശ്വിനാണ്. പക്ഷേ ഇത്തവണ അശ്വിനെ അവിടെ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ എന്ന് കരുതി ഹാളിന്റെ ഓരോ വശവും അവൾ നോക്കി. സാന്ദ്ര മുകളിലേക്ക് കയറുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും സാന്ദ്ര പെട്ടെന്നാണ് അശ്വിനെ കണ്ടത്. സാന്ദ്ര പെട്ടെന്ന് തന്നെ അശ്വിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ അസ്വസ്ഥതയും ആ ഒരു അസ്വസ്ഥമായ മുഖഭാവം കണ്ടുകൊടുത്തന്നെ അശ്വിൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് സാന്ദ്രക്ക് തോന്നി. അച്ചു, നിനക്കെന്ത് പറ്റി? നീ എന്താ ഇവിടെ മാറിയിരിക്കുന്നത്? സാന്ദ്ര അവന്റെ അരികിൽ ചെന്ന് വാത്സല്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. സാന്ദ്രയുടെ ശബ്ദം കേട്ട് അശ്വിൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കുകയാണ്. ആ ഒരു ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവൻ ആ കളിപ്പാട്ടം കൊണ്ട് വീണ്ടും കളിച്ചിരുന്നു. തന്റെ മനസ്സിലെ വിഷമം അവരോട് പറയാൻ അവൻക്ക് മടി തോന്നി. അച്ചു, ഞാൻ നിന്നോട് ചോദിച്ചത് നീ കേട്ടില്ലേ? എന്തേ ഒരു സങ്കടം പോലെയുണ്ടല്ലോ? സാന്ദ്ര അവന്റെ തലയിലെ ആ ഒരു മുടികളിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആന്റി. അശ്വിൻ ഒഴിഞ്ഞു മാറുന്ന വിധത്തിലാണ് മറുപടി പറഞ്ഞത്. എന്നോട് കള്ളം പറയേണ്ട അച്ചു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നീയാണല്ലോ മുന്നിലുണ്ടാവുന്നത്. ഇനിയിപ്പോ ഇങ്ങനെ മാറിയിരിക്കാൻ എന്താ ഉണ്ടായത്? സാന്ദ്ര മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തന്നെ അവനോട് ചോദിച്ചു. അശ്വിൻ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. പക്ഷേ സാന്ദ്ര അവന്റെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, എന്താ അച്ചുവിന് പറ്റിയത്? എന്നോട് പറ, ആന്റിയോട് പറ. അശ്വിന്റെ നോട്ടം ആരവിലേക്കാണ് പെട്ടെന്ന് തിരിഞ്ഞത്. തന്റെ അനിയന്റെ ആ മുഖത്തുള്ള സന്തോഷവും അവനെ കളിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ അശ്വിൻ ഇങ്ങനെ നോക്കി. എല്ലാവർക്കും അവനെ മതി, എന്നെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ, എല്ലാവർക്കും ആരവിനെ തന്നെ മതി. നിറ കണ്ണുകളോടുകൂടിയാണ് അശ്വിൻ ഇത് സാന്ദ്രയോട് പറയുന്നത് തന്നെ. അവൻ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നതിന്റെ കാരണം അപ്പോഴാണ് സാന്ദ്രയ്ക്ക് മനസ്സിലായത്. ആ കുഞ്ഞു മനസ്സിലെ മാനസിക സംഘർഷം മനസ്സിലാക്കിയ സാന്ദ്ര അവനെ ഓർത്ത് വിഷമിക്കുകയാണ്. അച്ചു, ആരവ് നിന്റെ അനിയനാണ്. നിന്നോടുള്ളതുപോലെ തന്നെ അവനോടും എല്ലാവർക്കും സ്നേഹമുണ്ട്. അവൻ നിന്നേക്കാളും കുഞ്ഞുവാവയല്ലേ? അവന്റെ ഈ ഒരു പ്രായത്തിൽ നിന്നെയും എല്ലാവരും സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആരവിന്റെ ഫോട്ടോഷൂട്ടിന് നടക്കുന്ന സമയത്തന്നെ എല്ലാവരും ഇപ്പൊ അവനല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ. നീയും അവന്റെ കൂടെ ചേർന്നിട്ട് ഈ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കല്ലേ വേണ്ടത്. അല്ലാതെ നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും നീ പറഞ്ഞുകൊണ്ടിങ്ങനെ മാറിയിരിക്കുകയാണോ വേണ്ടത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. നിന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊന്നും നീ കരുതരുത്. അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സാന്ദ്ര ആശ്വസിപ്പിക്കുകയാണ്. ആരും എന്നെ നോക്കിയില്ല ചേച്ചി, അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. ആരവിന്റെ ഫോട്ടോഷൂട്ടിൽ എനിക്കും ഷൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും ആരും ശ്രദ്ധിച്ചതുപോലുമില്ല. പക്ഷേ അശ്വിൻ ഇത് പറയുന്നത് വിറച്ചുകൊണ്ടുള്ള ചുണ്ടുകൾ കൊണ്ടാണ്. നിന്നെ പോലെ ഒരു ചേട്ടനെ കിട്ടിയത് ആരവിന്റെ ഭാഗ്യമല്ലേ? അവനെല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ട് നീ സങ്കടപ്പെടരുത്. അവനെ എല്ലാവരും നോക്കുന്നതും അതുപോലെ തന്നെ പരിചരിക്കുന്നതും അവനൊരു കൊച്ചുകുട്ടിയാവതുകൊണ്ട് അവന് സുരക്ഷിതനാണ് എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് കൂടിയല്ലേ സാന്ദ്ര പറഞ്ഞു കൊടുത്തു. അച്ചുവിന്റെ കാര്യം നോക്കാനറിയാം, പക്ഷേ ആരവിനതറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അവനെ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നീയും അവരോടൊപ്പം കൂടെയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ മാറി നിന്ന് സങ്കടപ്പെടാണോ വേണ്ടത്? അതുമല്ല, ഇന്ന് ആരവിന്റെ ദിവസമല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാവരും അവനല്ലേ ശ്രദ്ധിക്കേണ്ടത്. അച്ചുവിന്റെ സിനിമ ഇറങ്ങിയ സമയത്തും അതിനു മുന്നേയുള്ള ഫോട്ടോഷൂട്ടിലും നീ ആയിരുന്നില്ലേ സ്റ്റാർ? അപ്പോൾ നിന്റെ അരികിലും ഒരുപാട് പേരോടല്ലേ ഉണ്ടായിരുന്നത് നിനക്ക് ചുറ്റും.
അതൊക്കെ മോൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എങ്കിലായിരിക്കും അന്നും എല്ലാവരുടെയും മുന്നിൽ സ്റ്റാർ. അവൻ മനസ്സിലാവുന്ന രീതിയിലെല്ലാം തന്നെ സാന്ദ്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ഇത്രയൊന്നും ഓർത്തില്ല ആന്റി. എല്ലാവരും കൂടെ ആരവിനെ മാത്രം ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ആരും എന്നെ ശ്രദ്ധിക്കില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. എനിക്ക് വല്ലാത്ത വിഷമം വന്നു. അവന്റെ ഫോട്ടോഷൂട്ടാണ് ഇന്ന് എന്നുള്ളത് പോലും ഞാൻ അങ്ങ് മറന്നുപോയി. ഇന്ന് ഞാൻ ആരവിന്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് വിഷമം വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. ഈ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് സാന്ദ്രയുടെ ഹൃദയം അങ്ങ് നിറയാണ്. തന്നെ എല്ലാവരും അവഗണിക്കുന്നു എന്ന തോന്നലിൽ അവൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് സാന്ദ്രയ്ക്ക് മനസ്സിലായി. അവൾ അവനെ തോന്നലുകളൊക്കെ തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതിൽ ലക്ഷ്യം കാണുകയും ചെയ്തു. അവൻ നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയെടുത്തു. അച്ചു, അവിടെ ആരവിന്റെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ നീ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും. നീ അനിയനോട് എന്തോ അകൽച്ച കാണിക്കുന്നു എന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും. നീ അങ്ങോട്ടേക്ക് ചെല്ല്. നീ അവന്റെ കൂടെ തന്നെ നിൽക്ക്. എല്ലാ മൊമെന്റും നീ അങ്ങ് ആസ്വദിക്കുകയെന്ന് പറയും. അവരുടെ വാക്കുകൾ കേട്ട് അശ്വിന്റെ കണ്ണുകൾ വിടർന്നു. ആരവിന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ടാൻറ്റി. ഞാൻ എന്തിനാ അതാലോചിച്ച് സങ്കടപ്പെടുന്നത്? എനിക്കൊരു അസൂയമില്ല. ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആരവിനെ നോക്കിക്കൊണ്ട് തന്നെ അശ്വിൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. എങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ അച്ചു. സാന്ദ്ര എഴുന്നേറ്റ് അവന്റെ നേർക്ക് കൈനീട്ടി. അശ്വിനെയും കൂട്ടിയിട്ട് ആരവിന്റെ അടുത്തേക്ക് നടക്കാണ്. തന്റെ അനിയനെ ചിരിപ്പിക്കാനും ഓരോ പോസ്റ്റിലിരുത്താനും അശ്വിനും ഉത്സാഹത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നു. ആ കാഴ്ച കണ്ടപ്പോ നീലിമക്കെന്തോ വല്ലാതെ ഇരട്ടി സന്തോഷം പോലെ തോന്നാണ്. ചേട്ടന്റെ കളികൾ കണ്ട് ആരവ് കുടുകുടാ ചിരിക്കാൻ തുടങ്ങി. അപ്പോ ഈ ഒരു ചിരി കണ്ട് സിത്താരയുടെ ആ ഒരു ഫോട്ടോഗ്രാഫിലുള്ള ആവേശം ഒന്നുകൂടെ അങ്ങ് വർദ്ധിക്കാണ്. പിന്നെ സിത്താരയുടെ ആ ഒരു ക്യാമറ ക്ലിക്കിന്റെ ശബ്ദം ആ റൂമിൽ ഒന്നായിട്ടങ്ങ് പടർന്ന് പന്തലിക്കായിരിക്കും. ചേട്ടനെ കണ്ടപ്പോൾ കുഞ്ഞിന്റെ സന്തോഷം ഇരട്ടിച്ചത് കണ്ടോ? അവൻ നല്ല കുട്ടിയായി സഹകരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കുറെ അധികം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സിത്താര ആഹ്ലാദത്തോടെയാണ് വിളിച്ചു പറയുന്നത്. അത് കേട്ട് അശ്വിന് വളരെയധികം സന്തോഷം തോന്നി. തന്റെ മക്കളെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ നീലിമക്ക് അഭിമാനമാണ് തോന്നിയത്. പെട്ടെന്ന് ആരവ് വാതിലിന്റെ നേരെ നോക്കിക്കൊണ്ട് എന്തോ ശബ്ദമുണ്ടാക്കി. ആരവിന്റെ കണ്ണുകൾ മുന്നത്തേക്കാളും ഒന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ആരുടെയോ ഹൃദയം കവർന്ന ഒരു പുഞ്ചിരിയായിരുന്നു. ബ്യൂട്ടിഫുൾ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് സിത്താര ആ ഒരു സൗണ്ടും അല്ലെങ്കിൽ ആ ഒരു പോസിംഗ് എല്ലാം തന്നെ കൂടി ഒപ്പിയെടുക്കുന്നുണ്ട് അവളുടെ ക്യാമറയിൽ. ആരവ് ആരെയാണ് ഈ നോക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് നോക്കി. മുത്തശ്ശിയെ നീട്ടിക്കൊണ്ട് തന്നെ വിളിച്ചിട്ട് അശ്വിൻ ആ ഒരു ഭാഗത്തേക്ക് മല്ലികാമ പെട്ടെന്ന് തന്നെ അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവരുടെ സന്തോഷം കൊണ്ട് ശബ്ദം ഒന്ന് ഇടറിപ്പോയിരുന്നു. മല്ലികാമ വാത്സല്യത്തോടെ അവന്റെ തലയിലൊക്കെ അങ്ങ് തലോടി. അപ്പോഴേക്കും നീലിമ അവരുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. അങ്കിളെയും മല്ലികാമയുടെയും ഈ ഒരു വരവ് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് തന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇത്രയും പെട്ടെന്ന് തന്നെ യാത്രയൊക്കെ കഴിഞ്ഞു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീലിമ മല്ലികാമയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും കുട്ടികളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. യാത്രയിലാവുമ്പോൾ അശ്വിനെ കുറിച്ച് പറയാനേ ഇവർക്ക് നേരമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്നും നേരെ ഇങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. മാധവൻ നേരത്തെ ചിരിയോടുകൂടിയാണ് നീലിമയോട് ഇതെല്ലാം പറഞ്ഞത്. മുത്തശ്ശിയുടെയും അങ്കിളുടെയും യാത്ര എങ്ങനെയുണ്ടായിരുന്നു? മല്ലികാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ടേ അശ്വിൻ ചോദിച്ചു. അവരുടെ അടുത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും മാറി നിൽക്കാൻ അശ്വിൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല. അത്രക്കും അശ്വിൻ അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അച്ചു. യാത്രയൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷേ നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു കേട്ടോ. മല്ലികാമയുടെ ഈ ഒരു ശബ്ദം നല്ലൊരു സ്നേഹത്തിലുള്ള വാക്കുകളുമായിരുന്നു. മുത്തശ്ശി കുതിരപ്പുറത്തൊക്കെ കയറിയിരുന്നോ? ആകാംക്ഷയോടുകൂടി തന്നെ അശ്വിൻ ചോദിച്ചു. പിന്നെ കയറാതെ. കുതിരപ്പുറത്ത് കയറാൻ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാധവൻ എന്നെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് കയറി. ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നെ അത് അങ്ങോട്ടേക്ക് മാറി. ആ ഒരു വാക്കുകളിൽ പുഞ്ചിരി വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി നിനക്കും നിന്റെ കുഞ്ഞിനെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. മാധവൻ കുസൃതി ചിരിയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മുത്തശ്ശി എനിക്കെന്താ കൊണ്ടുവന്നത്? അശ്വിൻ ആകാംക്ഷയോടുകൂടി ചോദിച്ചു. മാധവൻ ബാഗിൽ നിന്നും കുറെ അധികം കളിപ്പാട്ടങ്ങളെടുത്ത് അശ്വിനെ കാണിച്ചു. ഇത്രയധികം കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതിൽ എനിക്ക് ഏതാ ഉള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്തിന് അശ്വിനോടായിട്ട് മല്ലികാമ പറഞ്ഞു, ഇതൊക്കെ മോനും ആരവിനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇതുകൊണ്ട് കളിക്കണം. മല്ലികാമ അവന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഓരോ കളിപ്പാട്ടങ്ങളിൽ നിന്നും ഒരു വിമാനമെടുത്ത് അശ്വിന്റെ നേരെ നീട്ടി. തന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി തനിക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന മുത്തശ്ശിയോട് അശ്വിൻ ഒരുപാടധികം സ്നേഹം തോന്നുന്നുണ്ട്. വിമാനം കൊണ്ട് കളിക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ മുത്തശ്ശിക്ക്? ഡാഡി എനിക്ക് വാങ്ങിത്തന്ന വിമാനം കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. പക്ഷേ എനിക്കത് കാണാനേ പറ്റിയില്ല. മുത്തശ്ശി കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളെല്ലാം എനിക്ക് ഒത്തിരിയധികം ഇഷ്ടമായി. അതും പറഞ്ഞ് അശ്വിൻ മല്ലികാമയെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. കവിളത്തൊരു ഉമ്മ കൊടുക്കുകയാണ്. അതിന്റെ സന്തോഷം കൊണ്ട് മല്ലികാമയുടെ മനസ്സ് നിറഞ്ഞു. അശ്വിൻ പെട്ടെന്ന് കളിപ്പാട്ടങ്ങളെ കയറ്റി ആരവിന്റെ അടുത്തേക്ക് ചെന്നു.
ഒരു ടെഡി ബിയർ അനിയന് കളിക്കാൻ കൊടുത്തുകൊണ്ട് തന്നെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കറുത്ത വട്ടത്തൊപ്പി എടുത്തുകൊണ്ട് ആരവിന്റെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു തൊപ്പി വലുതായതുകൊണ്ട് തന്നെ ആരവിന്റെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയിരുന്നു. പല്ലില്ലാതെ മോണ കാട്ടി നമ്മുടെ ആരവ് അശ്വിനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. തൊപ്പി വെച്ച ആരവ് കൗതുകത്തോടു കൂടെ തന്നെ ക്യാമറക്ക് മുന്നിലേക്ക് തിരിയുമ്പോൾ പെർഫെക്ഷൻ ആയിട്ട് തന്നെ ഫോട്ടോസ് എടുത്തു സിത്താര വിളിച്ചു പറഞ്ഞു, പെർഫെക്റ്റ്, ഓക്കെ. ഒരുപാട് ഫോട്ടോസ് ആരവിൻ്റെതെടുത്തു. അത് കഴിഞ്ഞ് നീലിമയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാമറക്ക് മുന്നിൽ ആരവ് വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷേ അവൻ ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും സങ്കടപ്പെട്ട് കരയോ എന്നൊരു പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ആരവ് വളരെയധികം എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തു. അതെ, ഇവൻ നല്ല മിടുക്കനായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ചു. അതുകൊണ്ട് കുറെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയെന്ന് സിത്താര അവന്റെ കവിളിൽ തട്ടുകൊണ്ട് തന്നെ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? സിത്താര നീലിമയോട് ചോദിച്ചു. ഇനി ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് എഡിറ്റിംഗ് ടീം ചെയ്തോളും. അതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചു തരും. അത് കഴിഞ്ഞ് ആരവിനെ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ബേബി ഫോട്ടോ സ്റ്റാർ ആക്കും. അങ്ങനെയൊക്കെ പറയാണ് സിത്താര. ഈ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഫോട്ടോഷൂട്ട് അവസാനിപ്പിച്ചതിൽ നന്ദിയുണ്ട് എന്ന് സിത്താര ആത്മാർത്ഥമായി പറഞ്ഞു. സിത്താര ഇവരോടൊക്കെ നന്ദി പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. സിത്താരക്ക് പിന്നാലെ ആ 2 സഹായികളും അവളുടെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു. പിന്നെ സിത്താര തന്റെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.